ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ നമ്മളെ ടാങ്കിൽ വളർത്തിയിരിക്കുന്ന പിന്നെ എന്താ വാള എന്ന് പറഞ്ഞ മീനാണ്. ആസാം വാള, പിന്നെ എന്താ ചിലർ ഷാർക്ക് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, ആസാം വാള എന്നാണ് പൊരീൻ്റെ പേര് ശരിക്കും. അപ്പോൾ അതിനെ ഞങ്ങൾ ഇന്നൊരെണ്ണം പിടിച്ചായിരുന്നു. അപ്പോൾ അതിനെ വെട്ടാനുള്ള പരിപാടിയാണ്. ഇതിന് ചെതുമ്പലൊന്നുമില്ല, കണ്ടോ, ചെതുമ്പലില്ലാത്ത കാരണം അതിന് ഇങ്ങനെ വെള്ളത്തിൽ കിടന്നല്ലേ, ചെതുമ്പലില്ലാത്ത കാരണം ഭയങ്കര വഴുവഴുപ്പാണ്. ഇതാ കണ്ടോ, എല്ലാം ഇങ്ങനെ പോക്കണേ. ഇതാ എൻ്റെ കൈക്കൊരു മുറിവും പറ്റി. എൻ്റെ എന്തോ അയ്യോ തട്ട് കാണിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഞെക്കി കാണിക്കുന്നില്ല കേട്ടോ. അപ്പം നമുക്കിതിനെ വെട്ടാം. ആദ്യം ഈ കൊഴുപ്പൊക്കെ ഇങ്ങനെ പോക്കണം. നമുക്ക് ഈ കല്ലിലൊക്കെ ഇപ്പം രാത്രിയല്ലേ, കല്ലിൽ ഒക്കെ ഇതാക്കണമെങ്കിൽ ഇപ്പോൾ അതിൻ്റെ അടുത്തൊന്നും പോകാൻ നടക്കൂല. അതുകൊണ്ട് ഞാൻ കത്തി വെച്ചിട്ട് എൻ്റെ കൊഴുപ്പൊക്കെ ഇങ്ങനെ പോക്കാം. ഇതുവരെ കഴിച്ചില്ല കേട്ടോ ഈ മീൻ ഞങ്ങൾ ഇങ്ങനത്തെ. അപ്പോൾ അതിനെന്താ ടേസ്റ്റ് എന്നൊന്നും അറിയാൻ പറ്റൂല. അപ്പം നമുക്ക് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് ഞാൻ ബാക്കി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തൽക്കാലം മീൻ വെട്ടാം. അപ്പം നമ്മൾ നേരത്തെ മീൻ കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, മുളക് പൊടി, പിന്നെ അതിനകത്തേക്ക് അതിട്ടിട്ട് ആദ്യം ഞാൻ തിരുമ്മി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വെളുത്തുള്ളി, ചെറിയുള്ളി, ഒരു 3-4 കാന്താരി മുളക്, ഇത്രയും സാധനം മിക്സിയിൽ കറക്കിയ ശേഷം ഇതിലിട്ട് ഇതിൻ്റെ കൂടെ മിക്സാക്കിയിട്ട് പുരട്ടി വെച്ചേക്കുക കേട്ടോ. കുറേ സമയമായി, ഇപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ ആയി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം 2 ഇല്ലെങ്കിലും ഒരു 1.5 മണിക്കൂർ എന്തായാലും, അല്ല 2 മണിക്കൂറായി കാണും പുരട്ടി വെച്ചിട്ട് കേട്ടോ. അപ്പം നമുക്ക് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഇതവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇത് കണ്ടോ, മുകളിൽ ചുരണ്ടി നാശാക്കി വെച്ചോട്ടോ. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം വെളിച്ചെണ്ണ ചൂടായിക്കുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഇങ്ങനെ കുടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി എന്നാണ് തോന്നുന്നത്. ഒന്നും കാണുന്നില്ല, അത് പൊട്ടുന്ന സൗണ്ടൊന്നും കേൾക്കുന്നില്ല. വെള്ളം പൊട്ടിത്തെറിക്കൂലേ, അതിൻ്റെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല. ചൂടായി ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നമുക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ. ഇതുണ്ടോ, മീനിൻ്റെ തലേൻ്റെ ഒരു താഴെ ഭാഗത്തായിട്ട് വരുന്ന ഒരു പീസാട്ടോ. അത് നല്ല ഇറച്ചിയുണ്ട് ഇതിനകത്ത്. അപ്പം ഞാനത് അരിഞ്ഞെടുത്തതാട്ടോ. അൻപത് വാള, എന്താ 25 വെള്ളയും 25 കറുപ്പും കളറിലുള്ള 50 വാളകൾ നമ്മളിതിൽ ഫിഷ് ടാങ്ക് കൊണ്ടുവന്ന് ഇട്ടതാട്ടോ. ആകെ ഉണ്ടായിരുന്നത്. പിന്നെ കുറേ
ചെറുതായപ്പോഴേ കുറേയൊന്നുമില്ല, ഒരു 5 എൻ്റെ ഒരു കണ്ണിൽ പെട്ടിട്ടുണ്ട്. അതിൽ 5 ചത്തത്. പക്ഷെങ്കിൽ ബാക്കി വലുതായി വന്നപ്പോഴത്തേനും ആകെ 8 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് തന്നെ 2-3 വലുതുള്ളൂ, ബാക്കി ഒക്കെ ചെറുതാണ്. നമ്മളെ തള്ളവിരലിൻ്റെ ഒരു 5 ഇഞ്ച് നീളമൊക്കെ അത്രയൊക്കെ ഉള്ളൂ. അല്ല 5 അല്ല, ഒരു 5-10 ഇഞ്ച് നീളമൊക്കെ ഉണ്ടാവുമായിരിക്കും, അത്രയേ ഉള്ളൂ. ബാക്കി അങ്ങനെയുള്ളത്. അപ്പം എനിക്കതിൽ വേറെ മീനിടണം, അതിനെ കൊണ്ട് ഞാൻ പിടിച്ച് കിട്ടും. ഒരു വെന്ത് വരട്ടെ കേട്ടോ. എന്നിട്ട് കറിവേപ്പില എടുക്കാൻ വിട്ടുപോയി. പറമ്പിൽ പോയിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മൊത്തം കാട് പിടിച്ച് കിടക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പാമ്പ് വല്ലതുണ്ടെങ്കിലോ, മറന്നുപോയി ഈ സംഭവം. ഇവിടെ കറിവേപ്പില പറിച്ച് വെച്ചത് ഇല്ലല്ലോ, നോക്കില്ല. അപ്പോൾ അത് അവിടെ നിന്ന് വേവട്ടെ കേട്ടോ. അപ്പം നമുക്കിത് തിരിച്ചിടാം കേട്ടോ. അപ്പം ഞാൻ ബാക്കിയൊക്കെ തിരിച്ചിട്ടപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പം ഞാനിതാ ലാസ്റ്റിൽ ഒരെണ്ണം വന്നപ്പോൾ ഞാൻ ഓർത്തു കേട്ടോ, തിരിച്ചിടുന്നതിൻ്റെ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അപ്പം പിന്നെ അതൊന്നും വലിയ പ്രാധാന്യമുള്ള കാര്യമൊന്നുമല്ല, മീനെ തിരിച്ചിടുന്നതും മറിച്ചിടുന്നതും. എന്നാലും വേണ്ടില്ല, എടുത്തു. ഇനി മറ്റേ ഭാഗം കൂടെ ഒന്ന് വേവട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടുപ്പൊന്ന് മാറ്റി കൊടുത്താട്ടോ. ഇതിനകത്ത് ഇതാണ് വലിയ അടുപ്പെങ്കിലും ഇതിനകത്ത് എന്താ പറയുക, ശരിക്കും അങ്ങോട്ട് കത്തുന്നില്ല, ഫോഴ്സ് കുറവാണ്. അപ്പോൾ ഇതിനകത്ത് വെച്ചു, ചെറുതിനകത്ത് വെച്ചു. അതിൽ നല്ലോണം കത്തുന്നുണ്ട്, തീ കത്തുന്നുണ്ട്. വലിയ പീസാക്കാൻ പറ്റിയിട്ടുണ്ട് ആ മീന്. ഇതൊരൊറ്റൊരു മീനാണ് ഇത് സംഭവം. അതിങ്ങനെ മുറിച്ച് വെക്കാം. അപ്പം നമ്മുടെ മീൻ ഇതാ കണ്ടോ, നല്ലോണം വെന്ത് എല്ലാ ഭാഗവും വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പം എന്താ നമുക്ക് കഴിക്കാം കേട്ടോ. ഇതിപ്പം നുള്ളി പറിക്കുന്ന ഇതെല്ലാം എനിക്ക് തോന്നുന്നുണ്ട്, കാരണം നല്ല ചൂടുണ്ടേ, കൈ കൊള്ളൂലേ. അപ്പം അതുകൊണ്ട് ഒന്ന് തണുത്തിട്ട് നമ്മൾ കഴിക്കുമ്പം കാണിക്കാം കേട്ടോ. ഇങ്ങനെയൊന്ന് കുറച്ച് നന്നാക്കാം. നമ്മൾ കഴിക്കാൻ നേരത്ത് കഴിക്കാനെടുക്കുന്ന സമയം വരെ ഇങ്ങനെ നിന്നോട്ടെ കേട്ടോ. ഇതുണ്ടോ, കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ ഇട്ട് കഴിക്കാം. ഇനി ഈ സൈഡും കൂടെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. കുറച്ച് സമയം കസമോള് വല്ലാണ്ട് കുരയ്ക്കുന്നുണ്ട്, എന്താണെന്നൊന്നും അറിയില്ല. ഇല്ല, പട്ടി ഇതിൻ്റെ ഉള്ളിൽ കയറി കൂടിയോ എന്നാണ് ഒരു സംശയം. ഇപ്പം മീൻ വെന്ത് കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഓക്കെ, ബൈ.